സാദിക്കയുടെ കുറച്ച് ഡാൻസ് സ്റ്റെപ്സ് നമുക്ക് കാണാൻ പറ്റും. കുറെ കാണാനുണ്ട്. ദിവസം കൂടെ വെയിറ്റ് ചെയ്താൽ മതി. ജിത്തു എനിക്ക് 25 ദിവസം 8 പാട്ടാണ് ചെയ്യാനുള്ള ഡെഡ്ലൈൻ ആണ്. നമ്മൾ 2 ദിവസത്തിൽ ഒരു പാട്ട് ചെയ്യാം, അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇതില് ജിത്തുവും പുതിയതായിട്ട് സാധനമാണ് ട്രൈ ചെയ്യുന്നത്, ഞാൻ പുതിയതായിട്ട് സാധനമാണ് ട്രൈ ചെയ്യുന്നത്. എന്നെ ഇതുപോലെ ആരും കണ്ടിട്ടുണ്ടായിരുന്നു. ഇനിയും കുറച്ച് നമ്പേഴ്സ് ഉണ്ടായിരുന്നു കുറച്ച്. നല്ല സിനിമയാണെങ്കിൽ സിനിമ സിനിമ ഇല്ല. സിനിമ തിയേറ്ററിൽ നിറഞ്ഞ ഫുൾ ക്രൗഡോട് കൂടി കാണുമ്പോൾ എൻജോയ് ചെയ്യേണ്ട ഒരു സിനിമയാണ്. ഒച്ച ഉണ്ടാക്കിക്കൊണ്ട് തന്നെ കാണുന്ന സിനിമയാണ്. ഒക്കെ ചിരിച്ചും ഒക്കെ ബഹളം ഉണ്ടാക്കി തന്നെ കാണുന്ന ഒരു സിനിമയാണ്. അങ്ങനെ ഒരു മീറ്റർ ആവേശത്തിലുണ്ടോ? ഒറ്റ ദിവസം ചില ദിവസം മതി. രോമാഞ്ചം പോലെ പറയാൻ പറ്റില്ല. രോമാഞ്ചം ടോട്ടലി റിയൽ ലൈഫ് ഇൻസിഡന്റ് ഉണ്ടായിട്ടുള്ള സിനിമയാണ്. ഇത് ചെറുതായിട്ട് അവിടെ ഇവിടെ ഇൻസ്പയർഡ് ആയി പോയിട്ട് കൊണ്ടുവന്നുള്ളൂ. ചില അനുഭവങ്ങള് കഥയാക്കി വലുതാക്കി സിനിമയാക്കി എന്നുള്ളൂ. പൂർണ്ണമായിട്ട് ഒരു അനുഭവം എന്ന് പറയുന്നത് ഇല്ല. രോമാഞ്ചം സിനിമയായിട്ട് അത് കണക്ഷൻ അല്ല, അത് അങ്ങനെയല്ല. അതൊരു ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. എന്തായാലും അത് ക്ലിയർ ചെയ്തേക്കാം. അതായത് രോമാഞ്ച സിനിമയില് ചെമ്പത്തേക്കം ചെയ്ത ക്യാരക്ടർ, സെയ്ദ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ശരിക്കും അങ്ങനെ ഒരു അപ്പിയറൻസ് ഉള്ള ആളായിരുന്നില്ല. പക്ഷെ ആ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മളിപ്പോഴൊരു അപ്പിയറൻസ് അങ്ങനെ ആക്കിയതാണ്. അപ്പിയറൻസും ആ സ്വഭാവവും രംഗ എന്ന് പറഞ്ഞ ക്യാരക്ടറിന്റെ പോലെ ഒരു സ്വഭാവം കൊടുത്തതാണ്. ഇത് ടോട്ടലി ഡിഫറെന്റ് ആയിട്ടുള്ള വേറൊരു ക്യാരക്ടറാണ്. ഞാൻ പേഴ്സണലി പരിചയമുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ബാംഗ്ലൂർ പലർക്കും കണ്ടിട്ടുള്ള മുന്നേ ഞാൻ പഠിച്ചിരുന്ന ടൈമിൽ കണ്ടിട്ടുള്ള ക്യാരക്ടേഴ്സിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഈ ക്യാരക്ടർ ഉണ്ടാക്കിയിട്ടുള്ളത്. അല്ലാതെ രോമാഞ്ചത്തിലെ ക്യാരക്ടറോടെ യാതൊരു ബന്ധമില്ല. ആവേശം എനിക്ക് തോന്നുന്നത് ആദ്യ ദിവസം തന്നെ തിയേറ്ററിലെ ആളുകൾ വിശ്വാസം വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ്. ഇപ്പോൾ ആൾക്കാരെല്ലാവരും വരണം, വന്നൊരു ഓളം ഉണ്ടാക്കി തരണം തുടക്കത്തില്. അപ്പൊ ആ ഓളത്തിട്ട് മുന്നോട്ട് പോകണം എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള സിനിമയും കൂടെയാണ്. സിനിമ തിയേറ്ററിൽ നിറഞ്ഞ ഫുൾ ക്രൗഡോട് കൂടി കാണുമ്പോൾ എൻജോയ് ചെയ്യേണ്ട ഒരു സിനിമയാണ്. ഇപ്പൊ നമ്മൾ നിങ്ങളുടെ ഫ്രണ്ടിലിരിക്കുന്ന പോലെ മിണ്ടാതെ കാണാൻ പറ്റുന്ന സിനിമയാണെന്ന് വിശ്വസിക്കുന്നത്. ഒച്ച ഉണ്ടാക്കിക്കൊണ്ട് തന്നെ കാണുന്ന സിനിമയാണ്. ഒക്കെ ചിരിച്ചും ഒക്കെ ബഹളം ഉണ്ടാക്കി തന്നെ കാണുന്ന ഒരു സിനിമയാണ്. അപ്പൊ അതെനിക്ക് ഉറപ്പായിട്ടും തിയേറ്റർ വാച്ച് തന്നെയാണ്. രോമാഞ്ചം അങ്ങനെയായിരുന്നു. അപ്പൊ അതിന് ഉറപ്പായിട്ടും അതിന് മേലിലേക്ക് ചെയ്യാനാണ് ശ്രമിച്ചിട്ടുള്ളത്. രോമാഞ്ചം ഇഷ്ടപ്പെട്ടവരും ഇഷ്ടപ്പെടാത്തവരും ഉണ്ട്. രോമാഞ്ചം ഇഷ്ടപ്പെടാത്തവർക്ക് കൂടി ഈ സിനിമ ഇഷ്ടപ്പെടണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതിനുവേണ്ടിയാണ് ശ്രമിച്ചിട്ടുള്ളത്. അതായത് രോമാഞ്ചം ഷൂട്ടിന് ശേഷം ഞാൻ ഈ കഥ ഡെവലപ്പ് ആയതിനു ശേഷം ഞാൻ റഷീദിന്റെ അടുത്ത് പോയിട്ട് പറയാനായിരുന്നു. ഫോൺ സംസാരിച്ച് കഥ പറയാനാണെന്ന് പറഞ്ഞു. അങ്ങനെ സജിനാണ് എനിക്ക് ആക്ച്വലി അവിടെ കണക്ട് ചെയ്തത്. അപ്പൊ അങ്ങനെ ഞാൻ പോയിട്ട് കഥ പറയായിരുന്നു. കഥ പറഞ്ഞ് കൂടുതൽ ഇഷ്ടപ്പെട്ടു. അതുതന്നെ ഫലത്തിലേക്ക് എത്തി. അങ്ങനെ പ്രൊജക്ട് ആവുമായിരുന്നു. ആക്ച്വലി രോമാഞ്ചം റിലീസിന് ഞാൻ ഓൾറെഡി ആവേശത്തിന്റെ പ്രീ പ്രൊഡക്ഷനിലായിരുന്നു. ബാംഗ്ലൂര് ഷൂട്ട് തുടങ്ങാൻ കുറച്ച് നാളൊക്കെ ഉള്ളപ്പോഴാണ് രോമാഞ്ചം റിലീസ് ആവുന്നത്. ഞാൻ ബാംഗ്ലൂരിൽ വന്നിട്ടാണ് രോമാഞ്ചം റിലീസ് എല്ലാം ഇവിടെ തിരിച്ചു പോകുന്നത്. രോമാഞ്ചത്തിന് മുന്നേ തന്നെ പ്രൊജക്ട് ആയിരുന്നു സിനിമയായിരുന്നു ആവശ്യം. അതിന്റെ ലുക്കും ഏകദേശം അതേപോലെ ഒരു ശരിക്കും അങ്ങനെ ഒരു മാസ് വില്ലൻ അല്ലെങ്കിൽ ഒരു കോമഡിയിലെ അങ്ങനത്തെ ഒരു കഥാപാത്രമാണ്. ഇയാള് ബാംഗ്ലൂർ ബേസ് ചെയ്തിട്ടുള്ളൊരു ഗുണ്ടയാണ്. അതുകൊണ്ടാണ് പ്രൈമറി അങ്ങനത്തെ ഒരു ലുക്കിലേക്ക് എത്തിയത്. കണ്ട് പോയ ആളുകളിൽ നിന്നും ഒരുപാട് പേരിൽ നിന്നാണ് അങ്ങനെ ലുക്കിലേക്ക് എത്തിയത്. രണ്ടാമത്തെ അല്ല, അങ്ങനെ ഒരു വേറൊരു പടം പോലെ അല്ല, പക്ഷെ അങ്ങനത്തെ ഒരു അനുഭവമാണ്, അങ്ങനത്തെ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് ട്രൈ ചെയ്തിരിക്കുന്നത്. ഇതുപോലത്തെ ഒരു പരിപാടി ഞാൻ ഇതിനു മുമ്പ് പിടിച്ചിട്ടില്ല. എന്നെ ഇങ്ങനെ ആരും അഴിച്ചു വിട്ടിട്ടില്ല. ഈ ക്യാരക്ടർ കുറച്ച് എന്താ പറയാ, കുറച്ച് ലൗഡാണല്ലോ. അപ്പം അതിൻ്റെതായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ട്. അതായത് കറക്റ്റ് മലയാളം അല്ല സംസാരിക്കുന്നത്. അങ്ങനത്തെ ഫുട്ടേജൊന്നും വരാതെ കന്നഡയും മലയാളവും മിക്സ് ചെയ്തിട്ടുള്ളൊരു ഇതാണ്. അപ്പം ഉറക്കെയാണ് സംസാരിക്കുന്നത്.
അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു പ്രൊമോഷൻ രീതിയും പെർഫോമൻസും ആയിരുന്നു ഇക്കാരുടെ ഭാഗത്തു നിന്ന് കാണാൻ സാധിച്ചത്. എന്തായിരുന്നു അതിന്റെ കാര്യം? ഈ കാര്യമൊന്നുമില്ല, ട്രെയിലർ പോലും ഇല്ല. ഇതൊക്കെ ചെയ്താലേ അങ്ങനെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. എനിക്ക് ഈ പടം എന്നല്ല, ചെയ്യുന്ന പടങ്ങളെല്ലാം ആൾക്കാർ കാണണമെന്ന് ആഗ്രഹമുണ്ട്. ഇത് ഒരു ഇൻട്രോ ഈ പടത്തിന് ആവശ്യമൊന്നുമില്ല. പടം കാണാൻ പോകുന്ന ഈ പടത്തിനെ പറ്റി ഒരു ഇൻട്രോ ആൾക്കാർക്ക് കൊടുക്കണമെന്നുണ്ട്. ഞാൻ എല്ലാവരും പോസിറ്റീവ് അല്ല, ഞാൻ ഭയങ്കര പോസിറ്റീവാണ്. അറിയാത്തതുകൊണ്ടാണ്. ഇല്ല, അതാണ് ആ കുട്ടികൾ ചുമ്മാ ഞാൻ ഡാൻസ് പഠിച്ചിട്ട് പോയൊന്നുമല്ല. കുട്ടികളൊന്നും പറഞ്ഞോണ്ട് ഞാൻ അവരുടെ സന്തോഷത്തിന് വേണ്ടി അവരെന്തോ സന്തോഷം. തിയേറ്ററിൽ ആവേശം കൊള്ളിക്കണമല്ലോ, അതുകൊണ്ടല്ലേ അങ്ങനെ ഒരു ആവേശം എന്നുള്ള പേര് വെച്ചിട്ട് ഇതേപോലെ തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം രോമാഞ്ചം കൊള്ളിക്കോ എന്നുള്ളൊരു സാധനം. അപ്പോഴും എനിക്കൊരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു, രോമാഞ്ചം കൊള്ളിക്കും എന്നുള്ളൊരു സാധനം. ആവേശം ഉറപ്പായിട്ടും ആവേശം ആക്ച്വലി ഫുള്ളി എന്റർടൈനർ ആണ്. മൊത്തത്തില് ചിരിയും പരിപാടിയൊക്കെ ആയിട്ട് ഫുള്ളി എന്റർടൈനർ പാക്ഡ് ആയിട്ടുള്ള ഒരു പടമാണ്. അതിനകത്ത് വേറെ അൺഎക്സൈറ്റ്മെന്റ് എന്നല്ലേ പറയാം, അത് ഉണ്ടാവാൻ സാധ്യതയില്ല. എക്സൈറ്റ്മെന്റ് ഉണ്ടാവുന്നതാണ് എന്റെ പ്രതീക്ഷ. മറ്റൊന്നും സീൻ മാറുമെന്ന് ഞാൻ വിചാരിച്ചിട്ട് പറഞ്ഞൊന്നുമല്ലോ, ചുമ്മാ അതേപോലെ അങ്ങനെ തന്നെ ആവട്ടെ. ഈ രോമാഞ്ചം കാണാൻ നേരത്ത് ഇപ്പം തുടക്കത്തിൽ തന്നെ നമുക്ക് ബേസിക്കലി സിനിമയിലേക്ക് ഇന്നാക്കിയത് ആ ടൈറ്റിൽ സോങ് തന്നെയാണ്. അപ്പോഴേക്കും നമ്മൾ ആ ടെമ്പോയിലേക്ക് എത്തി. അപ്പം ഈ ആവേശത്തിൽ എങ്ങനെയായിരുന്നു മ്യൂസിക്കിനെ കൺസീവ് ചെയ്തത്? ആവേശത്തില് രോമാഞ്ചത്തിലുള്ള പോലെ, രോമാഞ്ചത്തിൽ ഇപ്പൊ അങ്ങനെ ഒരു ട്രാക്കൊക്കെ അങ്ങനെയുള്ളൂ. ഇതിലുള്ള മിക്ക ട്രാക്സും അങ്ങനെ ഫുള്ളി അത്യാവശ്യം ടെമ്പോ ഉള്ള ട്രാക്സ് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അതും ഈ പറഞ്ഞ പോലെ അങ്ങനെ പാട്ടിന് വേണ്ടിയിട്ടുള്ള സിറ്റുവേഷൻസ് ഇല്ല, എല്ലാം ഒരു സ്കോർ പോലെ. നമുക്ക് ഈ പറഞ്ഞ പോലെ 8 പാട്ടുള്ളത് അങ്ങനെ പടം കാണുമ്പോൾ അറിയില്ല ആ ഒരു 8 സോങ്സ് വന്ന് പോകുന്നത്. ഈ സിനിമയിൽ ഒരുപാട് റാപ്പ് സിംഗേഴ്സിനൊക്കെയാണ്. റാപ്പ് ഒരുപാടില്ല, എന്നാലും ഉണ്ട് 2-3 സോങ്സ് റാപ്പായിട്ടുണ്ട്. എല്ലാം മലയാളം, ഇംഗ്ലീഷും ഒരു സോങ് മാത്രം ഇംഗ്ലീഷാണ്, ബാക്കിയെല്ലാം സൗത്ത് ഇന്ത്യൻ ബേസ് ചെയ്തൊക്കെയാണ്. സൗത്ത് ഇന്ത്യൻ ബേസ് ചെയ്തൊക്കെയാണ് മ്യൂസിക് ചെയ്തത്. എനിക്കറിയില്ല, ഞാൻ എങ്ങനെയൊക്കെയോ മ്യൂസിക് ചെയ്തു പോകും. ചേട്ടാ ഇന്റർവ്യൂവിൽ മുമ്പ് പറഞ്ഞിരുന്നു ആവേശത്തിലൊരു ഹണി ടൈപ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊരു പരിധി വരെ ഇല്ലെങ്കിൽ നിങ്ങൾ കേട്ടു. അപ്പോൾ ഇനി അതിനെ വെല്ലുന്നൊരു സോങ് ഇനി നമുക്ക് ചിത്രത്തിൽ പ്രതീക്ഷിക്കാമോ? ആ ഒരു വൈബ് ഇനിയും ഇറക്കാൻ കുറച്ച് നമ്പേഴ്സ് ഉണ്ട്, കുറച്ച് ഇറക്കി വിടും. എനിക്കൊന്ന് റിലീസ് ആവാറായതുകൊണ്ട് ഇനിയിപ്പം പടത്തിന് ശേഷമായിരിക്കും ബാക്കിയുള്ള പാട്ടൊക്കെ ഇറക്കുന്നത്. എല്ലാം ഇങ്ങനത്തെ ഒരു വൈബാണ്. എനിക്ക് ഈ അഞ്ചത്തെ റെഫറൻസ് എന്ന് പറയാൻ കാരണം എനിക്ക് വേറെ റെഫറൻസ് ഇല്ല ആക്ച്വലി നോക്കാൻ. ഇങ്ങനത്തെ ഒരു ഭയങ്കര എനർജി ട്രാക്ക് ഒക്കെ നോക്കുമ്പോൾ ഈ സന്തോഷം കാരണം അഞ്ചതൊക്കെയാണ് കേട്ടു നോക്കാൻ പറ്റുന്നത്. 2024 വിഷു കഴിഞ്ഞിട്ടായിരിക്കും ആവേശം. ആവട്ടെ. ഇപ്പൊ ഈ ഒരു പടത്തിനകത്ത് ഈ ഡാൻസ് നമ്പർ ആയിട്ടുള്ള ഒരു പാട്ടാണ് ഈ ലൂനാറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഫാദിക്കയുടെ കുറച്ച് ഡാൻസ് സ്റ്റെപ്സ് നമുക്ക് കാണാൻ പറ്റും. കുറെ കാണാനുണ്ട്, ഒരു ദിവസം കൂടെ വെയിറ്റ് ചെയ്താൽ മതി. ഇപ്പൊ അതെല്ലാം ഉണ്ടോ? ഫഹദ് ഫാസിലിനെ നമ്മൾ കണ്ടിരുന്നത് കുറച്ചു കാലം മുമ്പ് ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള സിനിമകൾ അപ്രോച്ച് ചെയ്യുന്നതിന്റെ ഒരു ഫേസ് അങ്ങനെയൊക്കെ മനസ്സിലാക്കിയായിരുന്നു. പക്ഷെ 2022-2023 കുറച്ചും കൂടി ലാർജർ ദാൻ ലൈഫ് ആയിട്ടുള്ള വിക്രം പോലത്തെ സിനിമ, പുഷ്പ പോലത്തെ അല്ലു അർജുൻ സിനിമയുടെ പ്രതിനായകൻ, അങ്ങനെ ഇപ്പൊ മൊത്തം ഈ സെലിബ്രേഷൻ മോഡ്, എന്റർടൈൻമെന്റ് മോഡ് സിനിമകളിലേക്കാണ്. അപ്പൊ ശരിക്കും ഫഹദിലൂടെ റിയലിസ്റ്റിക് സിനിമകളുടെ കാലം കഴിഞ്ഞു, ഇനി അങ്ങോട്ട് എന്റർടൈൻമെന്റ് മോഡ് അല്ലെങ്കിൽ ലാർജർ ദാൻ ലൈഫ് കൊമേഴ്ഷ്യൽ സിനിമകളുടെ കാലമാണ്. അങ്ങനെയാണോ ഈ ചുവട് മാറ്റത്തിന്റെ ഒരു കാരണം? അല്ല, അങ്ങനെയല്ലോ. ഇപ്പം എന്നെ തേടി വരുന്ന സിനിമകളാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം മാക്സിമം ഓരോ സിനിമകളും ഡിഫറെന്റ് ആകണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. ഈ സ്വഭാവത്തിലുള്ള സിനിമകൾ ഇപ്പൊ ചെയ്യാൻ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്റർടൈൻമെന്റ് കുറച്ചുകൂടെ സിനിമകളിൽ വരണം തോന്നി. ഇപ്പം ഈ പറയുന്ന ഓഫ് ബീറ്റ് ഫിലിംസിനൊക്കെ ഇപ്പൊ നമുക്ക് വേറെ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. തിയേറ്ററിക്കലായിട്ട് ചിന്തിക്കണമെന്നില്ല, എല്ലാം പല പല ഓപ്ഷൻസ് ഉണ്ട്. തിയേറ്ററിക്കലായിട്ട് സിനിമകൾ ചിന്തിക്കുന്നതാണ് ഈ സ്വഭാവത്തിലേക്കുള്ള സിനിമകളിലേക്ക് എത്തുന്നത്. ഈ എടമോനെ എന്നുള്ള പ്രയോഗം പറഞ്ഞാണ് അത് കുറെ വട്ടം അത് ഉപയോഗിച്ചാണ് ആ ഒരു ലിംഗോലിക്ക് സെറ്റ് ആയെന്ന് പറഞ്ഞായിരുന്നു. അപ്പൊ ഈ ഒരു മാസ് പടം ചെയ്യുമ്പോൾ അങ്ങനെ ഒരു പഞ്ച് ലൈൻ പോലെ വേണം, അങ്ങനെ പെർപ്പസ്ഫുള്ളി ഇതൊരു തോട്ട് ആയിട്ടുണ്ടായിരുന്നു ഫഹദിന്റെ ഉള്ളിൽ? ഇല്ല, അങ്ങനെയൊന്നും ഓർഗാനിക് ആയിട്ട് സംഭവിച്ചു. ആൾക്കാരെ
ഡയറക്ടറിനും റൈറ്ററിനും മാത്രം ചോദിച്ചാണ് അത് അതിനേക്കാൾ ഒരു കോൺട്രിബ്യൂഷൻ അവിടെ വരുന്നുണ്ടോ? നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്നതാണ്. ഇപ്പൊ എനിക്ക് ഓർമ്മ വന്നത് എന്നെ സ്കൂളിൽ എൻ്റെ ഒരു സീനിയർ ഉണ്ടെങ്കിൽ ഞാൻ ആദ്യം അവിടെ പറഞ്ഞു തുടങ്ങി. പിന്നെ നസ്രിയൊക്കെ എല്ലാവരും അത് യൂസ് ചെയ്ത് തുടങ്ങി. ഭയങ്കര കോൺസെപ്റ്റ് ഒരുപാട് കേൾസാൻ ഒരാളാണ്, സോഷ്യൽ മീഡിയ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരാളാണ്. ഇതിൽ പബ്ലിക് റെസ്പോൺസ് ഒക്കെ സമയത്ത് തന്നെ ഗെയിംസ് പടത്തിലുണ്ടോ കാണാൻ ഒരു ഇൻട്രസ്റ്റ് ആണ്. ഉണ്ട് ഗെയിംസ് കുറച്ചുകൂടെ അദ്ദേഹം പടത്തിലുണ്ടോ എന്ന് ചോദിച്ചത്. അപ്പൊ അത്രയും ഒരുപാട് ഫാൻ ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ്. ഈ പടത്തിലേക്ക് ഇങ്ങനൊരു ക്യാരക്ടർ എന്താണ്, എങ്ങനെയാണ് ഈ പടത്തിലേക്ക് വന്നത്? പടത്തിലേക്ക് ജിത്തുചേട്ടൻ വിളിക്കുന്നത് ഫസ്റ്റ് പടം. അപ്പം ഇതേപോലെ ബാധിക്കാന്ന് പറയുന്നത് വലിയൊരു ആക്ടർ ഒരുപാട് പടം ചെയ്ത് നമ്മൾ മലയാളികളിൽ ഇന്നും ഇപ്പോഴും ഒരുപാട് ഓർക്കുന്ന കഥാപാത്രങ്ങൾ ഇങ്ങനെ ഒരു പ്രൊഡക്ഷനിലേക്ക് ഭാഗമാകുമ്പോൾ എന്താണ് ഫസ്റ്റ് സ്ട്രൈക്ക് ആയിരിക്കും? എക്സൈറ്റ്മെന്റ് തന്നെയായിരുന്നു. പിന്നെ ഫാൻ ബോയ് മൊമെന്റ് ആയിരുന്നു അത്. എനിക്കതിൽ റോഷനായി ഇതിന്റെ ഫസ്റ്റ് പടമാണ്. അപ്പൊ ആ ഒരു എക്സൈറ്റ്മെന്റ് തന്നെയായിരുന്നു അവിടെ. നമ്മൾ മൂന്നുപേരോട് ഷെയർ ചെയ്തുകൊണ്ടിരുന്നത് ആ ഒരു എക്സൈറ്റ്മെന്റ് ആണ്. നമ്മൾ ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് 1 month കഴിഞ്ഞിട്ടാണ് നമുക്ക് ഷൂട്ട് ചെയ്തത്. അപ്പോഴെല്ലാം എക്സൈറ്റ്മെന്റ് ആയിരുന്നു. പുള്ളി കൂടെ പെർഫോം ചെയ്യാൻ എല്ലാം. ശരിക്കും അതിലേക്ക് ഇങ്ങനത്തെ ഒരാളാണ്. നോർമൽ നമ്മൾ ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ആള് വേറെ നമ്മള് ടീച്ചറൊക്കെ ഡാൻസ് ചെയ്തൊക്കെയാണ് ആള് വേറെ. അത് കട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആളൊരു നോർമൽ ഒന്നുമില്ലാത്ത സൈലന്റ് ആയി കണ്ടു. ശരിക്കും അങ്ങനെയായിരുന്നു. ആക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രംഗയാണ്. അത് നമുക്ക് അപ്പൊ ഇനി സിനിമകളാണ് എനിക്ക് കൂടുതൽ നോക്കുക, അല്ലെങ്കിൽ നേരത്തെ ഇതുപോലത്തെ ബ്ലോഗ് പരിപാടി? ഞാൻ ഒരു മെയിൻലി ഇപ്പൊ എന്റെ വീഡിയോസ് എന്റർടൈൻമെന്റ് മാത്രം ഫോക്കസ് ചെയ്യുന്നത്. ഒരു കോണ്ടന്റ് ക്രിയേറ്റർ എന്ന നിലയിൽ എന്റർടൈൻമെന്റ് മാത്രമാണ് വീഡിയോസ് അത് മാത്രം ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ ഒരു ഫ്ലോറിൽ പോകുന്ന ഒരാളാണ്. ചിന്തിച്ചപ്പോൾ വിളിച്ചപ്പോഴത്തേക്കും ഞാൻ ചെയ്തു. അപ്പൊ നിങ്ങൾക്കും ആ ഒരു കോൺഫിഡൻസ് വന്നാൽ എനിക്കും ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഫ്ലോറൻസ് ഇപ്പൊ എനിക്ക് വലിയ പ്ലാനിങ്. ഇവര് മൂന്നുപേരാണ് സിനിമയിലെ ഹീറോ. ഏറ്റവും ബുദ്ധിമുട്ടുണ്ടായിരുന്നത് ഇവരെ മൂന്നുപേരെയും ബാംഗ്ലൂർ പുറത്ത് ഷൂട്ട് ചെയ്യാനായിരുന്നു. കാരണം ഹിറ്റ്സിനെ കണ്ട ആളുകൂടി ഷൂട്ട് നടക്കത്തില്ല. അത്രയും 1 million സബ്സ്ക്രൈബേഴ്സ് നമ്മൾ സെറ്റ് ചെയ്യും. അപ്പം ഞങ്ങൾക്കും ഭയങ്കര പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു ഇത്രയും എന്താ പറയുക യങ്സ്റ്റേഴ്സ് ആയിട്ട് യൂഷ്വലി അവരുടേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇന്ററാക്ട് ചെയ്ത് കുറെ 3-4 മാസം ഞാൻ ഒരുപാട് താങ്ക് യു. ഇപ്പൊ രോമാഞ്ചം ഓട്ടിയിട്ട് റിലീസിന് ശേഷം രോമാഞ്ചം കണ്ടിട്ട് ചിരിയിരുന്നില്ല എന്ന് പറഞ്ഞ് വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ട് എല്ലാവരെയും ചിരിപ്പിക്കാം, അങ്ങനെ ചിരി നിമിഷങ്ങൾ ഉണ്ടാവണം, അത് തിയേറ്ററിൽ വർക്കാവുന്ന, അതായത് റിലീസിന് ശേഷം ആളുകൾ പറഞ്ഞു രസിക്കുന്ന തമാശകൾ, അതായത് നമ്മുടെ പണ്ടത്തെ ഈ അന്വേഷണ സിനിമകളിലൊക്കെ ഉള്ള പോലത്തെ തമാശകളുണ്ട്, നമ്മൾ ഡെയിലി യൂസേജസ് പോലെ ഉപയോഗിക്കുന്ന തമാശകൾ. അങ്ങനെ ഉണ്ടാക്കാൻ റൈറ്റിംഗ് ലെവലിൽ തന്നെ അങ്ങനെ ഒരു ശ്രമം ഉണ്ടാവും. എപ്പോഴും നമ്മൾ എല്ലാവരെയും എന്റർടൈൻ ചെയ്യിക്കാൻ തന്നെയാണ് ശ്രമിക്കുന്നത്. ഇതിനും ശ്രമിച്ചിട്ടുണ്ട്, രോമാഞ്ചത്തിനും ശ്രമിച്ചിരുന്നു, ഇതിനും ശ്രമിച്ചിട്ടുണ്ട്. അപ്പോ അതിനാളുകൾക്ക് നേരത്തെ അതിൽ ഇഷ്ടപ്പെടാത്ത ആൾക്കാർക്ക് കൂടി ഇത് ഇഷ്ടപ്പെടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനോട് ശ്രമിച്ചിട്ടുണ്ട്. നോക്കാം, മറ്റന്നാ പറയും. ഈ രോമാഞ്ചം ഇത് തന്നെയായിരുന്നു മനസ്സിലാക്കാൻ വേറെ സംസാര രീതികളുണ്ട്. രോമാഞ്ചത്തിന്റെ ഇടയ്ക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ടായി, അതിന് വേറെ ഡിസ്ട്രിബ്യൂട്ടർ ഏറ്റെടുക്കുന്നു. അതിന് താങ്കൾ തന്നെ പറഞ്ഞു രോമാഞ്ചം സെക്കൻഡ് പാർട്ട് പോലെ വേറെ ആൾക്ക് കമ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. അതിന്റെ സത്യാവസ്ഥ എന്താണ്? രോമാഞ്ചം സെക്കൻഡ് പാർട്ടിന്റെ കാര്യം നമ്മൾ സംസാരിച്ചിരുന്നു. രോമാഞ്ചം സെക്കൻഡ് പാർട്ടുണ്ട്, അതിന്റെ പ്ലാനിങ്ങുകൾ തുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിലങ്ങനെ വേറെ കൺഫ്യൂഷൻസ് ഉണ്ടായിട്ടില്ല. രോമാഞ്ചം റിലീസ് ആവുന്നതിന് മുന്നേ ആയ പ്രൊജക്റ്റാണ്. രോമാഞ്ചത്തിന്റെ റിലീസിനൊക്കെ എത്രയും മുന്നേ തന്നെ ഇത് പ്രൊജക്റ്റായി കഴിഞ്ഞു. നവംബറിൽ ഇത് പ്രൊജക്റ്റായി, നവംബർ ഡിസംബറിൽ പ്രൊജക്റ്റായി, ഫെബ്രുവരിയിലാണ് രോമാഞ്ചം റിലീസ് ആവുന്നത്. അപ്പൊ അതിന്റെ സെക്കൻഡ് പാർട്ടും ഇതും തമ്മിൽ അങ്ങനെ വേറെ ബന്ധങ്ങളൊന്നുമില്ല. അങ്ങനെ യാതൊരു കമ്മിറ്റ്മെന്റ്സും ഇല്ല. അല്ല, എനിക്ക് അങ്ങനെ അതിനെ കുറിച്ച് അത്രയും ഒരു വളരെ സെക്കൻഡ് പാർട്ട് എന്താണെന്ന് പൂർണ്ണമായിട്ട് തീരുമാനമായിട്ടില്ല. സ്ക്രിപ്റ്റ് ആവാനായിട്ട് കമ്മിറ്റ്മെന്റിലേക്ക് പോകില്ല. നമുക്ക് മണിച്ചിരുന്നതായിട്ടുള്ള ചേച്ചിയൊക്കെ വെറൈറ്റി ചെയ്തിരുന്നു. ആദ്യം എന്താണ്
അപ്പം നമ്മൾ ടീച്ചറിൽ കണ്ട അത് അപൂർവമായിട്ട് ഒരു ക്യാരക്ടറെ നാരേറ്റ് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരം അപൂർവമായിട്ടാണ് ഒരു ആക്ടർ കിട്ടുന്നത്. ഈ ചിത്രത്തിൽ അങ്ങനത്തെ ഒരു അവസരം കിട്ടുന്നുണ്ടല്ലോ. ആരാണ് നാരേറ്റ് ചെയ്യുന്നത്? ഭാഗ്യമാണ് അങ്ങനെ ചെയ്യാൻ പറ്റിയത്. അത് ടീച്ചറിൽ നമുക്ക് അറിയാൻ പാടില്ലായിരുന്നു. ഓൾറെഡി അങ്ങനെ ചെയ്തു, കട്ട് ചെയ്തെടുത്തു. നമുക്കത് സന്തോഷം. അതിനെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റി വളരെ സന്തോഷം. ഭയങ്കര സന്തോഷവും പടം ഇറങ്ങാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തിരിക്കണം. ഭയങ്കര എക്സൈറ്റ്മെന്റ് ആണ്. അതിന്റെ ഓരോ സിനിമകളും വ്യത്യസ്തമായ കഥാപാത്രങ്ങളാണ് ചെയ്യുന്നത്. ആവേശത്തിലാണെങ്കിൽ വ്യത്യസ്തമായ കഥാപാത്രം. ആവേശം മാറ്റി നിർത്തി കഴിഞ്ഞാൽ അതിലെന്നും ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രം ഏതെന്ന് ചോദിച്ചാൽ ഇത് പറയാം. ആവേശം മാറ്റി നിർത്തി പെർഫോമൻസ് വൈസോ തീർച്ചയായും തൊണ്ടിമുതൽ ചെയ്യുമ്പം ഭയങ്കര പുതിയൊരു എക്സ്പീരിയൻസ് ആണ്. എന്നുവെച്ചാൽ എല്ലാം പോലീസുകാര് നമ്മളൊരു സെറ്റ് ചെയ്തിട്ട് ഒരു സെറ്റ് ഉണ്ടാക്കി, പോലീസ് സ്റ്റേഷൻ സെറ്റ് ഉണ്ടാക്കിയിട്ട് എല്ലാം ആക്ച്വൽ പോലീസുകാരാണ് നമ്മുടെ കാര്യം. ഞാനും അലഞ്ചേട്ടനും മാത്രമേ ഉള്ളൂ, സുരാജ് ആക്ടേഴ്സ് ആയിട്ട്. എനിക്കത് ഭയങ്കര പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. ഫസ്റ്റ് ഡേ എന്നെ അവിടെ കൊണ്ടുപോയിട്ട് പറഞ്ഞു ഒരാളെ ബസ്സിൽ വെച്ചിട്ട് ഇങ്ങനെ മാല മുട്ടിച്ച് പിടിച്ചു. അയാളെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് എന്താണ് ചെയ്യുന്നത് അത് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ചുമ്മാ നിൽക്കുകയായിരുന്നു. പോലീസ് അവരാണെന്നെല്ലാം ചെയ്തു. എനിക്കത് ഭയങ്കര ഞാൻ അതുവരെ ചെയ്യാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. മൊത്തത്തിൽ ആ പടം ഭയങ്കര എൻജോയ് ചെയ്തു. ഓരോ സിനിമയിലേക്ക് മാറുമ്പോൾ ഓരോ കഥാപാത്രം മാറുന്നത് അതെങ്ങനെയാണ് സ്റ്റഡി ചെയ്തെടുക്കുന്നത്? ഒരു ഡയറക്ടറുമായിട്ട് സംസാരിച്ച് ഈ കഥാപാത്രം ഞാൻ ഇത്ര മീറ്റർ പിടിക്കാം, അല്ലെങ്കിൽ ഡയറക്ടർ ഇത്ര മീറ്റർ മതി, അങ്ങനെ എങ്ങനെയാണ് ചർച്ച വരുന്നത്? ഒരു ഷൂട്ടിന് പോകുന്നതിന്റെ ഒരു ധാരണ ഉണ്ടാവും. അത് ഏത് അളവെന്നുള്ളത് ഇപ്പൊ ഞാൻ അവിടെ പോയി ചെയ്യുന്നത് കണ്ടിട്ട് ഇതല്ല കുറച്ചുകൂടി ചെയ്യണം, ഇത്രയും വേണ്ട, അത് ഷൂട്ടിന്റെ പ്രോഗ്രസിലായിരിക്കും നടക്കുന്നത്. പക്ഷെ ഒരു ധാരണ ഉണ്ടാവും. ഒരു കാരിക്കേച്ചർ പോലെ നമുക്ക് ഈ കഥാപാത്രത്തിന്റെ എല്ലാ വശങ്ങളും നമുക്ക് അറിയായിരുന്നു. പക്ഷെ അത് ഷൂട്ട് തുടങ്ങി കഴിഞ്ഞിട്ടാണ് കറക്റ്റ് ഡ്രാഫ്റ്റിലേക്ക് എത്തുന്നത്. പലപ്പോഴും റീഷൂട്ട് ചെയ്യാറുണ്ട്. ആദ്യ ദിവസങ്ങളിൽ ചെയ്തത് പിന്നെ കാണുമ്പോൾ വീണ്ടും റീഷൂട്ട് ചെയ്യും. ഇപ്പൊ ഈ ചിത്രം ആവേശം അനൗൺസ് ചെയ്യുന്ന മുതൽ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തതാണ്. ഇപ്പം അതിനുശേഷം ഇത് വേറൊരു ടൈപ്പ് പരിപാടിയാണെന്ന് സുഷി പറഞ്ഞപ്പോഴൊക്കെ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തു. അപ്പൊ അതിന്റെ ലുക്കിലൊക്കെ ഒരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഒരു ദിവസം കൊണ്ട് ധ്യാൻ വന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇന്റർവ്യൂ കൊടുത്തിട്ട് ആ സീൻ മൊത്തം ധ്യാൻ കൊണ്ടുപോയി, ആ ഹൈപ്പ് മൊത്തം ധ്യാൻ കൊണ്ടുപോയി. അതിനെങ്ങനെയാണ് നോക്കി? നല്ല കാര്യം. എനിക്ക് എന്റെ സിനിമയെ പറ്റി സംസാരിക്കാൻ പറ്റുള്ളൂ. ഇന്റർവ്യൂ ഒക്കെ ആണോ? നമുക്കൊരു സിനിമയ്ക്ക് ഒരു സിനിമ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സിനിമയ്ക്ക് ഹൈപ്പ് അല്ലെങ്കിൽ ഒരു സിനിമ കാണുമ്പോൾ നമ്മൾ ഒരു വിളംബരം പോലെയാണ് ഒരു മാർക്കറ്റിംഗ് എന്നുള്ളത്. ഇപ്പൊ ഇന്റർവ്യൂ ആണെങ്കിലും വളരെ ഇതിന് ഒരു ഇന്റർവ്യൂ കൊടുക്കാൻ വന്നിട്ടില്ല. നമ്മൾ ടീം ആരും വന്നിട്ടില്ല. ആകെ ഒരു ഇന്റർവ്യൂ മാത്രമേ ഇന്റർവ്യൂ മാത്രമേ വന്നിട്ടുള്ളൂ. അത് നമുക്ക് കണ്ടതുമാണ്. എന്തുകൊണ്ടാണ് അത്തരം ഇന്റർവ്യൂസിലേക്ക് വേണ്ട? അപ്പൊ അതിന് സമയക്കുറവാണ്, എന്താണെന്ന് അറിഞ്ഞാൽ ഞാൻ ഹൈദരാബാദാണ്. പുഷ്പ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വൈകിട്ട് ഞാൻ തിരിച്ചു പോകുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് നല്ലൊരു ദിവസത്തേക്ക് ഞാൻ വരും. അതൊരു സൈഡ്. രണ്ടാമത്തെ സൈഡ്, മിനഞ്ഞാന്നാണ് പടം ലോക്കായത്. ട്രെയിലർ കട്ട് ചെയ്യാൻ പോലും നമുക്ക് സമയം കിട്ടിയിട്ടില്ല. എല്ലാവരും ബിസി ആയിരുന്നു. പ്രൈമർലി മറ്റു ടെക്നീഷ്യൻസ് മറ്റു പടങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിരുന്നു. എല്ലാവരും ഈ സിനിമയിലേക്ക് എത്തിയപ്പോഴത്തേക്കും അതിൻ്റെതായിട്ട് ഡിലേ ഉണ്ടായി. പടം തീരാൻ അതിൻ്റെതായിട്ട് ഡിലേ ഉണ്ടായി. അപ്പം അതിലായിരുന്നു ഫോക്കസ്. പടം ഭംഗിയായി തിയേറ്ററിൽ കൊണ്ടുവരിക. പിന്നെ എപ്പോഴും നമ്മൾ പുതിയതായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ ഇപ്പം ഞാൻ സ്ഥിരം ചെയ്യുന്ന ഒരു പരിപാടിയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ ഒന്നും പറയണമെന്നില്ല. സത്യായിട്ട് ഇപ്പൊ ഞാൻ പ്രകാശിനിക്കാണ് ഞാൻ പ്രൊമോഷൻ ഒന്നും വന്നിട്ടില്ല. കാരണം ഞാനും സത്യായിട്ട് നിന്നും ആൾക്കാർ എന്താണ് എക്സ്പെക്ട് ചെയ്യുന്നത്, അതാണ് കേൾക്കുന്നത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ക്ലിയർ ആയിരുന്നു. ഇതില് ജിത്തുവും പുതിയതായിട്ടൊരു സാധനമാണ് ട്രൈ ചെയ്യുന്നത്, ഞാനും പുതിയതായിട്ടൊരു സാധനമാണ് ട്രൈ ചെയ്യുന്നത്. എന്നെ ഇതുപോലെ ആരും കണ്ടിട്ടില്ലായിരുന്നു. പടത്തിനൊരു ഇന്റർവ്യൂ കൊടുക്കേണ്ടത് ആവശ്യമായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിലൊന്നും അല്ല ഞാൻ വിശ്വസിക്കുന്നത്. എന്തുകൊണ്ട് സിനിമ ചെയ്യാനുള്ളതാണ്. നല്ല സിനിമയാണെങ്കിൽ സിനിമ സിനിമ ഇല്ല. ഒരിടയ്ക്ക് വിജയ് സേതുപതി സ്ഥിരമായിട്ട് വില്ലനായിരുന്നു. തമിഴിൽ പോയാലും വില്ലൻ, തെലുങ്കിൽ പോയാലും വില്ലൻ, കന്നഡയിൽ പോയാലും. ഫഹദ് ഫാസിൽ ഇപ്പൊ അങ്ങനെ ഇപ്പൊ പുഷ്പയിൽ വില്ലനാണ്, മാമനിൽ വില്ലനാണ്, വേലക്കാരൻ തുടങ്ങിയത് വില്ലനായിട്ടാണ്.
ഈ അന്യഭാഷത്തെ വലിയ സിനിമകളുടെ വില്ലൻ വേഷങ്ങള് ഈ ഒരു പോയിന്റ് കഴിയുമ്പോൾ അത് മടുക്കില്ല? എന്താ അതിന്റെ എക്സൈറ്റ്മെന്റ്? ഇല്ല, അതിന്റെ എക്സൈറ്റ്മെന്റ് ഈ ടാലന്റ് കൊളാബറേഷൻ തന്നെയാണ്. ഇപ്പം ഇത്തരത്തില് വടിവേൽ സാറിന്റെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉള്ള കാര്യമാണ്. പുഷ്പയിൽ പണിയുടെ കൂടെ ഒരു സിനിമ ചെയ്യാൻ പറ്റുന്നത് എക്സൈറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ബാക്കിയെല്ലാം സെക്കൻഡറിയാണ്. ആസ് എ സിനിമ നമ്മൾ എക്സൈറ്റ് ചെയ്യുന്നതാണ്. ഇതിലൊന്നും പ്ലാൻ ഒന്നുമില്ല. ഇപ്പൊ ഞാൻ തമിഴിൽ ചെയ്യുന്ന വടിവേൽ സാറായിട്ട് ചെയ്യുന്ന പടം കോമഡി പടമാണ്. രജനി സാറായിട്ടുള്ള പടം ഇതെല്ലാം സംഭവിക്കുന്നതാണ്. പ്ലാൻ ഒന്നുമില്ല. എല്ലാം ചെയ്യും. എനിക്കറിയില്ല. ഇതൊന്നും ഞാൻ പറഞ്ഞില്ല. പ്ലാൻ ചെയ്ത് സംഭവിക്കുന്നല്ല. നമ്മളെ വിശ്വസിക്കുന്ന കുറെ ആൾക്കാർ തരുന്ന എനർജിയും കോൺഫിഡൻസുമാണ്. ചെറിയ ഡിസ്കഷൻസ് ഉണ്ടായിട്ടുള്ള തോന്നുന്നു തന്നെ. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഏറ്റവും കൂടുതൽ തമിഴ് സിനിമകൾ വന്നിട്ടുള്ളത്. തമിഴിലാണ് ഏറ്റവും കൂടുതൽ സിനിമകൾ വരുന്നത്. അങ്ങനെയൊന്നുമില്ല. എല്ലാവരും എന്താ പറയാ, നേരത്തെ പറഞ്ഞ ടാലന്റ് കൊളാബറേഷൻ ആയിട്ട് തന്നെ കാണുന്നില്ല. അതായത് നമ്മളവിടെ പോയി തമിഴ് സിനിമ ചെയ്ത് തമിഴ് സിനിമയിലേക്ക് മാറ്റാനൊന്നുമില്ല. അവർക്ക് നമ്മുടെ ഫ്രണ്ട്സ് വിളിക്കുന്നു. ഞങ്ങളെ സംബന്ധിച്ചോളം ഇനിയിപ്പം തമിഴ് സാറായിട്ടുള്ള റിലേഷൻ, ഹിന്ദി സാറായിട്ടുള്ള റിലേഷൻ ഒക്കെ ഇങ്ങനെ പോയി സിനിമകൾ ചെയ്തിട്ടുള്ളതാണ്. ഞാനതെല്ലാം എന്റെ പേര് ഫാസിൽ. ജീവിതത്തിൽ ഏറ്റവും വലിയുള്ള കാര്യം ഫാസിൽ ചോദിക്കില്ല. അപ്പൊ അത് ഉമ്മയൊക്കെ പറഞ്ഞ് ഞാൻ വീട്ടിൽ പോകുന്നത്. എന്നോട് ചോദ്യമൊന്നും ചോദിക്കരുത് പറഞ്ഞ് ഞാൻ വീട്ടിൽ പോകുന്നത്. ചില കട്ടുകൾ രാജ്യങ്ങളിൽ ചെറിയ റെഫറൻസ് കാണിക്കുന്നു. അപ്പൊ ഇതിന്റെ എങ്ങനെ ബ്രീഫ് ചെയ്യാൻ ടിപ്സോ അങ്ങനെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നു? ഇല്ല, രംഗ ആദ്യം എന്നോട് പറയുമ്പോൾ തന്നെ രംഗ ഇങ്ങനെയൊക്കെ ആയിരുന്നുള്ളത് എന്നോട് കഥ പറയുമ്പോൾ തന്നെ രംഗ വെള്ളം പിന്നെ ഈ സെയിം നാച്ചുറലൊക്കെ നമ്മൾ പിന്നെ ഒരു ലുക്കിലേക്ക് എത്താൻ വേണ്ടി അങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന കാര്യമാണ്. അല്ലാതെ വേറൊരു സിനിമയുടെ ചെയ്തതാണ്. അപ്പൊ മമ്മൂക്കയെ വെച്ചിട്ട് മഹേഷ് നാരായണൻ സിനിമയിൽ ഫഹദ് ഉണ്ട്, ഫഹദാണ് അതിന്റെ ഒരു മെയിൻ ലീഡ് എന്നൊക്കെ ആളുകൾ സംസാരിക്കുന്നു. അതിലെന്തെങ്കിലും ആ റൂമേഴ്സിൽ എന്തെങ്കിലും സത്യമുണ്ടോ? മമ്മൂക്ക വെച്ച് മഹേഷ് ചെയ്യുന്ന പടത്തിൽ ഞാൻ ലീഡ് റോളുകളിലൊന്നും ഇല്ല. അത് മമ്മൂക്ക മഹേഷ് ചിത്രമാണ്. രോമാഞ്ചം നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്ലൈമാക്സ് പോർഷനിലേക്ക് വരുമ്പോൾ രോമാഞ്ചം ഷോട്ട് കാണിക്കുന്നു. അത് ഭയങ്കര ബ്രില്യന്റ് ആയിട്ട് ആവേശത്തിലേക്ക് ടൈറ്റിൽ എങ്ങനെയാണ് അല്ലെങ്കിൽ സിനിമയിൽ ടൈറ്റിലുള്ള കണക്ഷൻ? ആവേശം എനിക്ക് തോന്നുന്നു നമ്മൾ എടുത്തിട്ടുള്ളത് കാണുമ്പോൾ എപ്പോഴും തോന്നുന്നത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ തോന്നുന്ന ഒരു വികാരമാണ് ഈ ആവേശം. അത് തന്നെയാണ് ഈ ബാംഗ്ലൂർ ബേസ് ചെയ്തുള്ള സ്റ്റോറി ഇനി ഉണ്ടായത് കുറെ ഉണ്ട്. 12 വർഷം ബാംഗ്ലൂർ ഉണ്ടായിരുന്നു. 2 വർഷത്തെ കഴിഞ്ഞിട്ടുള്ളൂ. ജിത്തു എനിക്ക് 25 ദിവസം 8 പാട്ടാണ് ചെയ്യാനുള്ള ഡെഡ്ലൈനാണ്. നമ്മൾ 2 ദിവസത്തിൽ ഒരു പാട്ട് ചെയ്യാം, അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ജിത്തു ഡെയിലി വരും, ഞാൻ അകത്തിരുന്നെങ്കിൽ ചെയ്യും, ജിത്തു പുറത്തുനിന്ന് ബുക്ക് വായിച്ചിരിക്കും. അപ്പൊ ഒരു ട്യൂൺ ഐഡിയ ഒക്കെ ആയിട്ട് വരും. വിനായക് എന്താന്ന് വെച്ചാൽ നമ്മള് ഓൾറെഡി ആ ഒരു കോമ്പിനേഷൻ പിടിച്ചതുകൊണ്ട് വേറെ പോലെ നമ്മൾ വിനായകനായിട്ട് ഓൾറെഡി വർക്ക് ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആയിട്ട് തോന്നും. പിന്നെ 3 പേർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുറച്ച് ഈസിയാണ്. അപ്പം അതുകൊണ്ടാണ് വിനായകത്തിന് എല്ലാ പാട്ടും എഴുതിയിരിക്കുന്നത്. വോക്കൽസ് ഇങ്ങനെ പറഞ്ഞ പോലെ ഓരോ പാട്ടിന്റെ ക്യാരക്ടർ ഈ പറഞ്ഞ രോമാഞ്ചത്തിൽ ചെയ്ത പോലത്തെ ട്രാക്സ് ഉണ്ടായിരിക്കുന്നത്. അപ്പം ഇതിലെല്ലാം പുതിയ പുതിയ വോയിസ് ട്രൈ ചെയ്യണമെന്നുണ്ട്. പിന്നെ ലീസ്റ്റ് ആയിട്ട് ഞാൻ കുറവ് പാടിയിരിക്കുന്ന ആൽബമാണ്. ഞാൻ അധികം പാടിയിട്ടില്ല ആൽബത്തിൽ. പിന്നെ പാട്ടത്തിലോട്ടൊക്കെ പോകുന്നത് നമ്മള് ഒരു സോങ്ങിന്റെ വൈബ് അനുസരിച്ചിട്ട് നമ്മൾ രണ്ടുപേരും ഇരുന്ന് ഓരോ ആൾക്കാരെ തപ്പും. ഒരു വൈബ് ബോർഡ് ഉണ്ടായിരുന്നു, എന്റെ പേര് ഇരുന്നിട്ട് എഴുതി വെക്കും ആരൊക്കെ ട്രൈ ചെയ്യാം. ബാസിനെ കൊണ്ട് ചാട പഠിക്കണം എനിക്ക് എന്തോ ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. ബാസിനെ ചാട എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് മഞ്ഞുമല്ല് വേടനായിട്ട് കൊളാബറേറ്റ് ചെയ്തിരുന്നു. ഇത് ഡബ്സി ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവരൊക്കെ ഇവരോടൊപ്പം ഒക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴുള്ള എല്ലാവരും ചെയ്യുന്നുണ്ട്. ഈ ഇൻഡിപെൻഡന്റ് കുറെ ആർട്ടിസ്റ്റ് ഉണ്ടല്ലോ നമ്മുടെ. അപ്പം എല്ലാവരെയും ഈ വോയിസ് തപ്പി പോകുമ്പോൾ ആക്ച്വലി കുറെ ആൾക്കാർ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട് എന്നുള്ളത്
മനസ്സിലായി. ഇപ്പൊ ഡാപ്സി ആണെങ്കിലും ഡാപ്സിയുടെ ഒക്കെ പോലത്തെ ഒരു വോയിസ് ക്യാരക്ടർ ആക്ച്വലി ഭയങ്കര റയർ ആണ് നമുക്ക് കേൾക്കുന്ന അങ്ങനത്തെ സൗണ്ടും പരിപാടികളും. കൂടുതലും ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റിനെയാണ് ഇതിനകത്ത് ഫീച്ചർ ചെയ്യാൻ നോക്കിയിരിക്കുന്നത്. കൂടുതലും സ്ഥിരമായിട്ട് പാടുന്ന ആൾക്കാരെക്കാളും അതെ എനിക്ക് വേണ്ടി ചാടാൻ ഭയങ്കര ഇഷ്ടം. അങ്ങനെ ചോദിക്കില്ല. എന്റെ ആവശ്യമാണ് ബാസ് പാടണമെന്നുള്ളത്. കാരണം ആ വോയിസ് അല്ലാണ്ട് എനിക്ക് വേറൊരു സൗണ്ട് തരുന്നില്ല ജാടപ്പാട്ട്. അപ്പൊ അങ്ങനെ ഞാൻ ബാസിക്ക് ചുമ്മാ ട്രാക്ക് അയച്ചു കൊടുക്കലും ബാസി എന്ന് പറഞ്ഞപ്പോ പാടിപ്പിച്ചു. അത്രേ ഉള്ളൂ. ഉറപ്പായിട്ടും പഠിപ്പിക്കും. കഥ ഡിമാൻഡ് ചെയ്തുകൊണ്ടാണ് വന്നത്. രോമാഞ്ചത്തിന് അതായത് ആവശ്യം രോമാഞ്ചം അങ്ങനെ എടുക്കും. ആവേശത്തിന് പറഞ്ഞ സ്കെയിലാണ് ആവശ്യം. അങ്ങനെയാണ് കഥ പറയുന്നത്. അതിന്റെ സിറ്റുവേഷനും ക്യാരക്ടേഴ്സും പുരോഗമിക്കുന്ന രീതിയും ലൊക്കേഷനും എല്ലാം അങ്ങനെയാണ്. അതുകൊണ്ടാണ് നാച്ചുറലി അതങ്ങനെ വലുതായിട്ടുള്ളത്. അതെങ്ങനെ ഹാൻഡിൽ ചെയ്ത് പോകുന്ന വെച്ചാൽ നമ്മളൊരു ദിവസം ഒരു സിനിമ ഒരുമിച്ചല്ല എടുക്കുന്നത്. ഒരു ഷോട്ട് വീഡിയോ എളുപ്പമാണ്. മലയാള സിനിമയ്ക്ക് ഉറപ്പായിട്ടും എങ്ങനെയാണ് ഇത് ഇപ്പോ നമ്മുടെ തമിഴിലും തെലുങ്കിലൊക്കെ നമ്മൾ ടൈറ്റിൽ കാർഡ്സ് വല്ലാതെ സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്. സൂപ്പർ സ്റ്റാർ ചെയ്യുന്ന പേര് വരുന്ന പോലെ മലയാളത്തിൽ അങ്ങനെയില്ല. അപ്പോ ആവശ്യത്തിൽ അങ്ങനെ ഫാഫൊക്കെ ഒരു ടൈറ്റിൽ ഉണ്ടാവും. അതൊക്കെ കാണുമ്പോൾ ടൈറ്റിൽ പടം കാണുമ്പോൾ കാണുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അല്ല എന്നാലും ഫാൻസ് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ടൈറ്റിൽ അങ്ങനെ ഉണ്ടാവുന്നത് ഈ പറഞ്ഞ തിയേറ്റർ ഡിസൈന് എളുപ്പമായിരിക്കും. അതൊന്നും സെലിബ്രേറ്റ് ചെയ്യില്ല. സിനിമ സെലിബ്രേറ്റ് ചെയ്യാൻ ഒരു നിലവിളിയിലൂടെയും ഓട്ടത്തിലൂടെയും സിനിമയുടെ ഗ്രാഫ് പെട്ടെന്ന് ഉയർത്തിയ ഒരു കഥാപാത്രത്തിൽ നിന്നും ആവേശത്തിലേക്ക് വരുമ്പോൾ അതേ ഇമ്പാക്ട് കിട്ടുന്ന ഒരു ക്യാരക്ടർ തന്നെയായിരുന്നു. ഉറപ്പായിട്ടും ഞാനിപ്പോ ചെയ്തതിനെ കുറിച്ച് ഏറ്റവും വലിയൊരു ക്യാരക്ടറാണ് ആവശ്യത്തിന് ചെയ്യാൻ. മുമ്പ് ചെയ്ത കഥാപാത്രങ്ങളെ കുറിച്ച് ഡിഫറെന്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മിക്കവാറും സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റി. ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുകയാണ്. മുൻപ് ചെയ്ത കഥാപാത്രങ്ങളെ കുറിച്ച് ഡിഫറെന്റാണ്. ഈ പ്രമേയത്തിൽ നല്ലൊരു കഥാപാത്രത്തെ വന്നിട്ട് അത് മാറ്റി നിർത്തിയിട്ടാണ് ആവശ്യത്തിലേക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതേപോലെ നല്ല രീതിയിൽ ജിംബാർക്കോടൊക്കെ ചെയ്തിട്ടാണ് ഈ കഥാപാത്രത്തിലേക്ക് വന്നു കേൾക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ആവേശം? പ്രമേയം മാത്രമല്ല കുറെ സിനിമകൾ മാറ്റി വെച്ചിട്ടാണ് ആവേശം ചെയ്തത്. ഞാൻ പറയണം, ഞാൻ ഷൂട്ട് നീട്ടി പോയതാണ്. ഞാൻ സമയത്തിന് ഷൂട്ട് ചെയ്തില്ല, കറക്റ്റ് സമയത്ത് ഷൂട്ട് തീർത്തുമില്ല. സോറി. പുഷ്പജോന്റെ ടീച്ചർ വലിയ ഓളം സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പൊ ശിഖാവ് സാർ കുറച്ച് എത്ര ഫസ്റ്റ് കണ്ടതിൽ വെച്ചാൽ ഒരുപാട് ക്രൂരനായിരിക്കോ? വേറൊരു ഇൻട്രസ്റ്റിംഗ് ട്രാക്കാണ്. കൂടുതൽ പരിപാടിയൊന്നുമില്ല. ഞാൻ ഇൻട്രസ്റ്റിംഗ് വേറൊരു ട്രാക്കാണ്. പുഷ്പയിലെ ഏറ്റവും കൂടുതൽ ആഘോഷിച്ചത് കഴിഞ്ഞിട്ട് മറ്റേ ആഘോഷിച്ചിട്ടുണ്ട്. ഈ വില്ലന്മാരെ ആഘോഷിക്കുന്നത് വില്ലന്മാരുടെ തമാശകളൊക്കെയാണ് ആൾക്കാർ ഡിസ്കസ് ചെയ്യുന്നത്. അതാണ് വില്ലന്മാരുടെ കഥാപാത്രത്തിന്റെ ക്വാളിറ്റീസ് പെർഫോമൻസിനെയാണ് ആൾക്കാർ ചിന്തിക്കുന്നത്. അതായത് മാമനിലായാലും വടിവേൽ സാറിന്റെ പെർഫോമൻസ് ആൾക്കാർ ഡിസ്കസ് ചെയ്യുന്നതാണ്. പുഷ്പയിലെ പന്നിയുടെ പെർഫോമൻസ് ഡിസ്കസ് ചെയ്യുന്നതാണ്. ഇതെല്ലാം ഫേസ് ആണ്. കോമഡി ആക്ഷൻ ആവശ്യം ഇതെല്ലാം ഉണ്ട്. കോമഡി ആക്ഷൻ ഉണ്ട് കുറച്ച്. ഈ ദബാങ്ങിലൊക്കെ ഉള്ള ഒരു മീറ്റർ ഉണ്ടല്ലോ, അയാൾ എന്തോ സീരിയസ് ആയി ചെയ്യുന്നു, നമുക്ക് തമാശയായി തോന്നുന്നു. അങ്ങനെ ഒരു മീറ്റർ ആവേശത്തിനുണ്ടോ? ഒറ്റ ദിവസം ചില ദിവസം മതി. അപ്പോൾ എല്ലാവരും ഏപ്രിൽ 11 പടം കാണുക, സെലിബ്രേറ്റ് ചെയ്യുക. ഹാപ്പി എൻജോയ്.